ശ്രീ ഗോപകുമാർ, നമുക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായി ഇങ്ങനെയൊരു വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. നിരന്തരം നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞത് മുതൽ തന്നെ ഈ ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി വരാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറയുന്ന കണക്കുകളിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്തോ ഒരു പെരുപ്പിക്കൽ നടന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന നിലയിലൊരു കണക്കാണ്. അത് മഹാരാഷ്ട്രയിലെ കണക്കുമായി ബന്ധപ്പെട്ടാണ്. 5 വർഷം കൊണ്ട് 31 ലക്ഷം വോട്ടർമാർ വർദ്ധിച്ചെങ്കിൽ 4 മാസം കൊണ്ട് അത് 41 ലക്ഷം, അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത്രയും വലിയ വർധന വോട്ടർ പട്ടികയിലുണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ എണ്ണം ഇട്ടുള്ള ആരോപണങ്ങളോട് അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യതയോട് അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താ? ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ആരോപണമായിട്ട് ഇപ്പോഴും നമുക്ക് കരുതാൻ പറ്റുന്നില്ല. കാരണം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ മെഷീനറി, അതിൻ്റെ പ്രവർത്തനം, ചരിത്രം, പിന്നെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ഈ പോളിങ്ങിൻ്റെയും എന്യൂമറേഷൻ്റെയൊക്കെ പ്രവർത്തനം ഞാനിത് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് രംഗവും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലുള്ള ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയൊരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല അത് വെളി വരേണ്ടത്. മാത്രമല്ല, ഇത്രയും പേരെ കബളിപ്പിച്ചുകൊണ്ടൊരു റിസൾട്ട് കൊണ്ടുവരാനും പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കത് മുഖവുര എന്നുള്ള നിലയിൽ പറയുന്നത്. ഈ ആരോപണത്തെ സംശയത്തിൻ്റെ രൂപത്തിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. കാരണം ഇതിനോട് ഇൻവോൾവ് ചെയ്യുന്ന എന്യൂമറേറ്റേഴ്സ് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇലക്ഷൻ്റെ ഈ ഓരോ പോളിംഗ് സ്റ്റേഷൻ്റെയും ഇലക്ട്രൽ റോളിൽ ഇത്രയും വർധന വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു വ്യത്യാസമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമാണോ? അതിന് ശരിക്കും ഒരു ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷന് മുമ്പ് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുന്ന സമയത്തും ഈ പോളിംഗ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അങ്ങനെ ഒരു ആയിരക്കണക്കിന് പോളിംഗ് സ്റ്റേഷനിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ട, 100 കണക്കിന് പോളിംഗ് സ്റ്റേഷനിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടി ക്രെഡിബിലിറ്റി വരും. കാരണം ജനസംഖ്യാ വളർച്ച ഒരുപാടുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഡീലിമിറ്റേഷൻ്റെ ഇഷ്യൂ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധനവുള്ള 10 സംസ്ഥാനങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്ര തന്നെയാണ്. അതുകൊണ്ട് വോട്ടർ വർധനവ് ഉണ്ടാകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ആരോപണങ്ങളുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഉത്തരം പറയണം, സംശയമൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിനൊരു മറുപടി വരേണ്ടതാണ്. ആ മറുപടിയിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ശരി.